ഓ, അപ്പൊ ഇതായിരുന്നോ കാര്യം? ഞാൻ ചോദിച്ചിട്ട് ലക്ഷ്മി ഒന്നും പറഞ്ഞില്ല. ഒരു നാടക റിഹേഴ്സൽ ഇത്രയും പുലിവാലം ഉണ്ടാക്കുന്ന ആരെയും കരുതിയോ? പാവം വേണ്ട, ആകെ തകർന്നിരിക്കുക. മിനി തന്നെ ഇതൊന്ന് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ആക്കി തരണം പ്ലീസ്. ഇത് പണിക്കർ സാറിന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. അവനെ നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്യണം. സാർ ആ കാര്യത്തെ കുറിച്ച് പേടിക്കണ്ട. അവനെ തട്ടണോ അത് വരട്ടിയോ മതിയോ? എന്ത് വേണേ ചെയ്തോ, റേറ്റിന്റെ കാര്യം പ്രശ്നമാക്കണ്ട. റിസർവ് ബാങ്കാണ് പണിക്കർ സാർ. ചെല്ല്. മുട്ടു മടക്കി നാഭിക്ക് ഇടിക്കാൻ മറക്കരുത്. അത് ഞാൻ ഏറ്റു. ഇവിടെയാണ് നമ്മുടെ പഴയ സൂസിയുടെ വീട്. അവിടെ കാണോ? എന്താടാ, പെണ്ണുങ്ങളെ വഴിയെടുക്കാൻ ഒതുക്കില്ലേ? അതിന് പെണ്ണുങ്ങളെ ആരെയും കാണുന്നില്ലല്ലോ. സത്യം പറയണ, നിങ്ങളെ പറഞ്ഞിട്ട് ആരാ? പണിക്കർ സാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഗണപതി സാർ. ദയവ് ചെയ്തൊരു കാര്യം ചെയ്യണം. ഞങ്ങൾ ഒതുക്കിയ വിവരം ആരോടും പറയരുത്. ഈ വിവരം ഗണപതി സാർ അറിഞ്ഞ ഞങ്ങൾക്ക് തരാനുള്ള ബാക്കി കാശ് തരൂല. ശരി, എങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തരണം. ഞങ്ങളെ അടിച്ചൊതുക്കി ആശുപത്രിയിലാക്കിന്ന് പറഞ്ഞു. ശരി സാർ. അയാളെ വിട്ടാരെ. ഞാനും കുട്ടിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. കലാകാരന്മാരെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞത് ഒരു ജനറലൈസേഷൻ മാത്രമായിരുന്നു. വേണു ഒരിക്കലും അത്തരക്കാരനല്ല. അയാൾ കുട്ടിയെ ആത്മാർത്ഥമായും സ്നേഹിക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യാമിനി? ഒന്നും ചെയ്യാനില്ല. കുട്ടി എത്രയും വേഗം വേണുവിനെ കാണുക, സോറി പറയുക, അത്ര തന്നെ. കുഞ്ഞേ, ഗണപതി സാറ് അസുഖം കാരണം കുറച്ചു ദിവസം അവധിയെടുത്ത് നാട്ടിൽ പോയിരിക്കുക. എന്താ? ഒന്നുമില്ല. പുള്ളി വരുമ്പോ ജനാർദ്ദനം വന്നിരുന്നു. പറഞ്ഞതനുസരിച്ച് വേണുവിനെ ഇടിച്ച് സൂപ്പാക്കിയിട്ടുണ്ട്. കൈയും കാലും ഒടിച്ച് ആശുപത്രിയിലാക്കിയിരിക്കുന്നു പറഞ്ഞാൽ മതി. ഏത് ഹോസ്പിറ്റലിൽ? AK ഹോസ്പിറ്റലിൽ. ചിലപ്പോ തട്ടിപ്പോകുന്ന ഡോക്ടർ പറഞ്ഞത്. ഞാനൊരു മാസത്തേക്ക് ഒളിവിൽ പോവുക. 108 പേഷ്യന്റിന് എങ്ങനെയുണ്ട്? അല്പം ഫീവർ ഉണ്ട്. നിങ്ങൾ പോയിക്കോളൂ. ലക്ഷ്മി വരുന്നുണ്ട്. കാണോ കാണോ. പ്രേമത്തിന് വേദിയാക്കാൻ നിനക്ക് എന്തോ ഹോസ്പിറ്റലേ കിട്ടുള്ളൂ അല്ലേടാ? അളിയാ, ഒരു ഹെൽപ്പ് പ്ലീസ്. നിന്റെ ജാടയൊന്നും എന്നോട് വേണ്ടടാ കൊച്ചു കള്ള. ഇപ്പൊ ഞാൻ പോയി തരാം. ഞങ്ങൾ പുറത്ത് നിൽക്കാം. ഇത്തവണയെങ്കിലും സംഗതി ഏൽക്കണം. എന്റെ റബ്ബേ. ആ, എങ്ങനെയുണ്ട് ഡോക്ടർ?
ഒന്നും പറയാറായിട്ടില്ല. ഓ, അപ്പൊ ഇതായിരുന്നു അല്ലേ? ലക്ഷ്മി പ്ലീസ്, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പൊയ്ക്കുള്ളൂ. ലക്ഷ്മിയോ മിനിയോ ധരിക്കുന്നത് പോലെ ഒരിക്കലും ഒരു പന്തയത്തിന്റെ പേരിൽ തുടങ്ങിയ ബന്ധമല്ലിത്. പ്രോഗ്രാം ബുക്ക് ചെയ്യാനായി വന്നില്ലേ, ആ ദിവസം തന്നെ ടു ബി ഫ്രാങ്ക് ഞാൻ ലക്ഷ്മിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അടുക്കും തോറും ആ ഇഷ്ടം കൂടിക്കൂടി വന്നു. ലക്ഷ്മി എന്റേതായി മാറുന്ന മുഹൂർത്തത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ മാത്രമാണ് ഇപ്പോൾ എന്റെ മനസ്സ് നിറയെ. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയെല്ലാം ലക്ഷ്മിയുടെ ഇഷ്ടം. ബാക്കിയുള്ളവൻ അലക്കി തേച്ചു കൊടുത്താൽ ഗമയിലങ്ങ് ഇട്ടോളും. എന്താണ് ഇത്ര ചിന്തിച്ചോണ്ടിരിക്കുന്നത്? ഇത്തവണ കൂടി ഞാൻ LLB പാസ്സാവുന്നില്ലെങ്കിൽ എന്നെ ചെറിയച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമെന്നാ അമ്മാവൻ പറഞ്ഞിരിക്കുന്നത്. അതിന് പരീക്ഷ എഴുതിയിട്ട് വേണ്ടേ? ചെറിയച്ഛന്റെ അടുത്ത് പോയാ ഈ കലയും സംഗീതവും ഒക്കെ അതോടെ തീർന്നു എന്ന് കരുതിയാ മതി. മൂപ്പരുടെ ഒരു കണക്കെടുത്തുകാരനായി നരച്ചു മൂത്ത് കൽക്കട്ടയിൽ കഴിയാം. കുറച്ചുനാളും കൂടി ഇവിടെ തട്ടിമുട്ടി കഴിയാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ. ആ, ഇങ്ങനെ മനസ്സിലായി. LLBയുടെ റിസൾട്ട് എന്നാ പത്രത്തിൽ വരുന്നത്? 2 ദിവസത്തിനാവും. ആ, എന്നാ ഇന്ന് തന്നെ പുറപ്പെട്ടോ. വേണു വന്നു. മോൻ അല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. അത് ഉറക്കം ഒഴിച്ചിരുന്ന് പഠിച്ചതിന്റെ ആവുമേ. പരീക്ഷ കഴിഞ്ഞിട്ട് 3 മാസമായല്ലോ. ഇതുവരെ എന്തായിരുന്നു പണി? അത് പിന്നെ അമ്മാവ ലൈബ്രറി വർക്ക്, റിസർച്ച്, പിന്നെ അടുത്ത കൊല്ലം LLM ചേരണ്ടേ, അതിന്റെയൊക്കെ പ്രിപ്പറേഷൻ. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കൊല്ലം നീ പറഞ്ഞല്ലേ. ഇത്തവണ പാസ്സായില്ലെങ്കിൽ ഒരൊഴിവും പറയാൻ നോക്കണ്ട. കൽക്കത്തയ്ക്ക് പോകാൻ തയ്യാറെടുത്തു. വന്ന് കയറുന്നതിന് മുമ്പേ ചേട്ടൻ തുടങ്ങി കൽക്കട്ട. നീ വാടാ, വന്നു വല്ലതും കഴിക്ക്. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ. മോനെ വേണു, വേണു എണീറ്റ് ചായ കുടിക്ക്.
അവന്റെ പരീക്ഷാഫലം. ഭഗവാനെ, വേണു വേണു, അവൻ എണീറ്റില്ല ഇതുവരെ. 22-16. LLB ഫലം വന്നിട്ടുണ്ട്. നിന്റെ നമ്പർ എത്രയാന്ന് പറഞ്ഞത്? ഞാൻ നോക്കാം മാവ. വേണ്ട, ഞാൻ നോക്കണം. എത്രയാന്നാ ചോദിച്ചത്? 22-16. എടാ, നിനക്ക് ഫസ്റ്റ് ക്ലാസ്. ഈശ്വര, ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാരും കൂടെ എന്റെ മോനെ കുറ്റം പറഞ്ഞല്ലേ? അല്ലെങ്കിലും അവൻ എന്റെ അനന്തമല്ലടി. അങ്ങനെ വരൂ. നല്ല മാർക്ക് കിട്ടുമെന്ന് അറിയാമായിരുന്നു, പക്ഷെ ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ നിന്റെ അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി അഡ്വക്കേറ്റ് KS പിള്ളയെന്ന് കേട്ടിട്ടില്ലേ? കൊള്ളാം, വളരെ ഫേമസ് വക്കീലല്ലേ? അയാളുടെ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഈവനിങ് ക്ലാസ്സിന് LLMന് പോവുകയും ചെയ്യാം. അത് കൊള്ളാം. പക്ഷേ KS പിള്ളയുടെ ജൂനിയർ ആണെങ്കിൽ അങ്ങേർക്ക് ഒരു 10,000 രൂപ കൈക്കൂലി കൊടുക്കണം. ഇത്രയും ക്യാഷ് എങ്ങനെ അറേഞ്ച് ചെയ്യും? അതൊന്നും നീ അറിയണ്ട. നിനക്കെന്നാ പോകേണ്ടത്? എത്രയും പെട്ടെന്ന്. അത് ഞാൻ ഏറ്റു. നീ പോകാൻ തയ്യാറായിക്കൂ. ഓ, ഇതാ 12,000 രൂപയുണ്ട്. 2,000 രൂപ നിന്റെ ചെലവിനായിരിക്കട്ടെ. അമ്മാവൻ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരും. പോയിട്ട് വരട്ടെ. ശരി മോനെ. ഗണപതി, ഓ ആ ഫോൺ എടുത്തേ. ഓ, വില്യംസ് കമ്പനിന്ന് റീജിയണൽ മാനേജരെ 10 മണിക്ക് വിളിക്കാന്ന് പറഞ്ഞിരുന്നു. അതല്ലടോ, ഇതടിക്കണേ. ഹലോ. ഓ ഓ ഓ ആ, വീട്ടിൽ നിന്ന് അമ്മച്ചിയാ. കാർത്തിയാനിയാ? ആ, അതിനിപ്പോ എന്താ വേണ്ടേ? കുറച്ച് ഉണക്ക അയിലയും മാങ്ങയും കൂടി ഉടനെ വീട്ടിലോട്ട് മേടിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഉണക്ക ചെമ്മീനും കൂടി വേണോ അമ്മച്ചി? വെക്കണ ഫോൺ അവിടെ. 10 മണിക്ക് സഹദേവ മുതലാളി വരുമെന്നാ പറഞ്ഞത്. ഭഗവാനെ, അങ്ങേരെ കൂടി പാർട്ട്ണറായി കിട്ടിയാൽ സാറിന് വെച്ചടി കയറ്റമായിരിക്കും. അതെയോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ സാറും നന്ദപുരത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ സഹദേവ മുതലാളിയും പാർട്ട്ണർമാരായി ഒരു സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യവും മറ്റാണോ? ഹലോ. ആ, വരണം വരണം. ഷേക്ക് ഹാൻഡ് കൊടുക്ക്, കൈ കൊടുക്ക്. ഗ്ലാഡ് ടു മീറ്റ് യു. കൺഗ്രാജുലേഷൻസ്. ഇരുന്നിരുന്നു. നിങ്ങളുടെ അഡ്വക്കേറ്റ് മിസ്റ്റർ KS പിള്ള പറഞ്ഞ കണ്ടീഷനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. എന്നാൽ ഈ ആഴ്ച തന്നെ ഇതൊരു പാർട്ണർഷിപ്പ് ഫേമായി റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയാം. എന്താ? എനിക്ക് അത് മനസ്സിലായി. ഈ ഭരണഘടന ആ, മാറ്റി. അങ്ങനെ ചെയ്യാതെ. ആ. ഹലോ. ആ, ബോംബെ എന്നാ. കട്ടായി. മഹേന്ദ്ര എന്നാ. ഒന്ന് നോക്കി. ഓക്കെ സാർ. ആ, ഏതായാലും സമയം എത്രയായില്ലേ? നമുക്ക് ക്ലബിൽ പോയി 2 എണ്ണം വീശാം. വീശാം. ഹലോ, ലക്ഷ്മി ട്രാൻസ്പോർട്ട്. ഉണക്കയല്ല ആരാ? അമ്മച്ചി. എടി നരവോന്തേ, നിന്നെ പച്ചത്തെറി വിളിക്കാൻ എന്റെ സംസ്കാരം അനുവദിക്കണില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ഒറ്റ ചവിട്ടേണ്ടല്ലോ, പിന്നെ നീ നീർന്നു നടക്കില്ലടി. ആരാ? ഒരു കസ്റ്റമറാ അല്ലേടോ?